മക്കളെ, ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കുറച്ച് ടെൻഷനൊക്കെ വരും അല്ലേ? കാരണം എന്താണ്? ട്രിഗ്നോമെട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കാനും പഠിക്കാനുമായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിയിൽ ബേസിക് ആംഗിൾസിൻ്റെ, അതായത് 0, 30, 45, 60, 90 ഈ ആംഗിൾസിൻ്റെ എല്ലാം തന്നെ വാല്യൂസ് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അത് തന്നെ സൈനിൽ മാത്രമല്ല, സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂസ് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് വരാറുമുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനൊരു ട്രിക്ക് വേണ്ടേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ട്രിക്കായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് ബ്രഷപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ നോക്കാം. ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ കൈ മാത്രമാണ്. ഈ ഒരു കയ്യിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബേസിക് ആയിട്ടുള്ള ആംഗിൾസ് ഓർത്തിരിക്കണം. അതായത് ഏറ്റവും ചെറിയ ഫിംഗർ 0 ഡിഗ്രിയാണ്, 30, 45, 60 ആൻഡ് 90. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ആംഗിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈനിൻ്റെ വാല്യൂസ് പഠിക്കാനായിട്ട് പോവുകയാണ്. ഇനി അതിനു വേണ്ടി നമ്മൾ സൈൻ 60 ആണ് കാണുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സൈൻ 60 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബോട്ടം ഫിംഗേഴ്സ് ഇവിടെ എത്ര എണ്ണമാണ്? 1, 2, 3. റൂട്ട് ഓഫ് √3/2. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, റൂട്ട് ഓഫ് ബോട്ടം ഫിംഗേഴ്സ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് സൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സൈൻ 45 എത്രയാണെന്ന് നോക്കാം. സൈൻ 45 എന്ന് പറയുമ്പോൾ ബോട്ടം ഫിംഗേഴ്സ് എത്ര എണ്ണമാണ്? 2 എണ്ണം. സോ റൂട്ട് ഓഫ് 2/2 എന്ന് വരും, അതായത് 1/√2 ആണ് വരുന്നത്. അപ്പോൾ സൈനിൻ്റെ ബേസിക് ആംഗിൾസ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരൊറ്റ ടെക്നിക്ക് യൂസ് ചെയ്ത് ഓർത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇത് സൈനിൻ്റെ മാത്രമല്ലേ, കോസിനും ടാനിനും ഒന്നും ഈ ടെക്നിക്ക് ഇല്ലേ എന്ന്? ഉണ്ട്. ഇതേ ടെക്നിക്കിൽ തന്നെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തി നമുക്ക് എന്ത് ചെയ്യാം? കോസിലൂടെ പഠിക്കാം. ഇതേ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ cos 30 പഠിക്കുമ്പോൾ നേരത്തെ ബോട്ടം ഫിംഗേഴ്സ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമ്മൾ എടുക്കുന്നത് എബവ് ഫിംഗേഴ്സ് ആണ്. ഇവിടെ cos 30 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എബവ് ഫിംഗേഴ്സ് 1, 2, 3 ആണ്, √3/2 ആണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്കിൽ നമുക്ക് കോസും സൈനും നമ്മൾ പഠിച്ചു. ടാൻ ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാം സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ ബോട്ടം ഫിംഗേഴ്സ് ഡിവൈഡഡ് ബൈ എബവ് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടാനിലെ വാല്യൂസും പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ മൊത്തം ഈ ഒരു പറയുന്ന ഈ എല്ലാ ആംഗിൾസിൻ്റെയും സൈൻ, കോസ്, ടാൻ വാല്യൂസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കൂടെ തന്നെ സീക്ക്, കൊസീക്ക്, കോട്ടും നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാം. ഇപ്പോൾ ഇതേപോലുള്ള ടെക്നിക്കുകളും ട്രിക്സുകളും ടിപ്സുകളും എല്ലാം വെച്ചുകൊണ്ട് മാത്സ് അടിപൊളിയായിട്ട് പഠിക്കണം എന്നാണ് നിങ്ങളുടെയും ആഗ്രഹമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്ററും ഇതേപോലെ ട്രിക്സുകളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം.